ഹലോ പേരൻസ്, ഇതൊരു സ്നേഹപൂർവ്വം സ്വാഗതം കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതാനും ചിന്തകളാണ്. നമ്മുടെ മക്കളെ എങ്ങനെ പ്രതിഭാശാലികളാക്കാൻ. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള കരിയർ ഏതാണ്? ഡോക്ടറാണോ, എഞ്ചിനീയർ ആണോ, അതോ IAS ആണോ? ഏറ്റവും നല്ല കരിയർ ഏതാണ്? ഡോക്ടറോ എഞ്ചിനീയറോ IAS ഒന്നുമല്ല. ഏറ്റവും പ്രധാനപ്പെട്ട കരിയർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മക്കളെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന, മക്കളെ ട്രെയിൻ ചെയ്യുന്ന ആ പ്രോസസ്സാണ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ വീട്ടിൽ 3 മക്കളുണ്ട്. നമ്മള് നല്ലതുപോലെ പഠിച്ചു, നല്ല ജോലിയൊക്കെ ചെയ്ത് നല്ല വലിയ ആളായി മിടുക്കനായിട്ട് ജീവിച്ചു. പക്ഷെ നമ്മുടെ പിള്ളേര് 3 പേരും അങ്ങ് തളർന്നു പോയാലോ? പോയി. നേരെ മറിച്ച് നമ്മൾ ഒരു ആവറേജ് ജോലിയൊക്കെയാണ്. പക്ഷേ നമ്മുടെ കുഞ്ഞു മക്കള് നമ്മൾ 3 പേരെ ഡെവലപ്പ് ചെയ്തു. ഒരാള് മഹാത്മാഗാന്ധിയായി, വേറൊരാള് മദർ തെരേസയായി, വേറൊരാള് APJ അബ്ദുൽ കലാമും ആയെന്ന് വിചാരിക്കുക. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കേ, എന്തോ ഒരു ഭയങ്കര സാർത്ഥകമായ ജീവിതമാണത്. ലോകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവം നമുക്ക് തരുന്ന മക്കളെ മിടുക്കരാക്കുക, പ്രതിഭാശാലികളാക്കുക, നല്ല മനുഷ്യരാക്കുക എന്നുള്ളതാണ്. നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ഇതാ. അല്ലാതെ ഒത്തിരി ബാങ്ക് ബാലൻസ് ഉണ്ടാക്കുന്നതല്ല, കുട്ടികൾക്ക് വേണ്ടി ഒത്തിരി പൈസ സമ്പാദിച്ചു വെക്കുന്നതല്ല. ഒരു 10,000-2000 പേരൻസിന് പട്ടത്ത് വെച്ച്, പട്ടം സെന്റ് മേരീസ് സ്കൂളിന്റെ ഓഡിറ്റോറിയത്തില് കുറെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ അലക്സാണ്ടർ ജേക്കബ് IPS ഒരു ക്ലാസ് എടുത്തു. ഞാൻ അതിനകത്ത് പങ്കെടുത്തു ക്ലാസ്സിലെ. അലക്സാണ്ടർ ജേക്കബ് IPS സാറ് പറഞ്ഞത് ഇതാണ്: നിങ്ങൾ ഒരു ആയുസ് കൊണ്ട് ഉണ്ടാക്കുന്നത് നിങ്ങളുടെ മക്കൾ 4-5 വർഷം കൊണ്ട് തീർത്തു തരും. നിങ്ങൾ ഒരു ആയുസ് കൊണ്ട് സമ്പാദിക്കുന്നത് മക്കളെ 4-5 വർഷം കൊണ്ട് തീർത്തു തരും. അതുകൊണ്ട് മക്കളുടെ സ്വഭാവത്തിൽ നിക്ഷേപിക്കുക. അവർക്ക് വേണ്ടി ഒത്തിരി കരുതി വെക്കാൻ, ഒത്തിരി സമ്പത്ത് ഉണ്ടാക്കി വെക്കാൻ അല്ല നമ്മുടെ ശ്രമം. എന്തായിരിക്കണം? നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്വഭാവ രൂപീകരണത്തിലായിരിക്കണം നമ്മുടെ ശ്രദ്ധ. വളരെ ജാഗ്രതയുണ്ട്. അപ്പൊ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കലയാണ് എന്ത്? പേരന്റിങ് ഒരു കലയാണ്. ശ്രദ്ധിച്ച് പഠിച്ചെടുക്കേണ്ട സംഭവമാണ് എന്ത്? പേരന്റിങ്. വളരെ ലളിതമായിട്ട് നമുക്ക് തോന്നും, ചെടി വളരുന്നത് പോലെ നമ്മുടെ മക്കൾ അങ്ങ് എന്ത് ചെയ്യും? വളരും. ധാരാളം ചെടികളെ നമ്മൾ നട്ടിട്ടുണ്ട്, പക്ഷെ ഒന്നും എന്ത് ചെയ്തില്ല? വളർന്നു വന്നില്ല. കാരണം ഒരു 2 തളിരില അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോ അതിന്റെ അടുത്തൂടെ വന്ന ആടങ്ങ് എന്ത് ചെയ്തിട്ട് പോയി? തിന്നിട്ട് അങ്ങ് പോയി. പിന്നെ കുറെ കഷ്ടപ്പെട്ട് അടുത്ത 3-4 ഇല വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പൊ അതിന്റെ അടുത്ത് ഒരു കൊച്ചുകുട്ടി ഇങ്ങനെ കളിച്ച് നടന്ന് പോവാണ്. ഒരു വടി കൊണ്ട് അടിച്ചടിച്ച് പോവാ. ഈ ചെടിയുടെ ഇലയ്ക്കും കൂടെ ഒരു അടി കൊടുത്തു. അതിന്റെ ഇലയും അതിന്റെ ടോപ്പ് ഭാഗവും എല്ലാം കൂടെ മുറിഞ്ഞു തെറിച്ചങ്ങ് പോയി. ഇങ്ങനെയുള്ള ചെടി വളരുമോ? അറിയാൻ ഞാൻ ചോദിക്കുവാണ്. ഒരു ചെടി വളരണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ചെടി വളരണമെന്നുണ്ടെങ്കിൽ അവിടെ ആട് കയറി അത് തിന്നരുത്, കൊച്ചുകുട്ടികൾ അടിച്ചൊടിക്കരുത്. അതിന് ചുറ്റും നമ്മൾ എന്ത് കെട്ടണം? ഒരു ചെറിയൊരു വേലി പോലെ കെട്ടേണ്ടി വരും. നമ്മുടെ ഒരു ശ്രദ്ധ അവിടെ ഉണ്ടാകണം. മാത്രമല്ല അതിനെന്ത് കൊടുക്കണം? വെള്ളം കൊടുക്കണം, വളം കൊടുക്കണം. അതിന്റെ മുകളിൽ ഇങ്ങനെ മറ്റു മരങ്ങളൊക്കെ ഇങ്ങനെ തണൽ വിരിച്ച് നിൽക്കുവാണെങ്കിൽ ആ ബ്രാഞ്ചസ് ഒക്കെ മുറിച്ചു കൊടുക്കണം. കാരണം ഇതിന് സൂര്യപ്രകാശം വേണം. ഇനി നല്ലതുപോലെ ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ എന്താണ്? ഈ ചെടി മുകളിലോട്ട് വളരത്തില്ല. എവിടാണോ സൂര്യപ്രകാശം ഉള്ളത് അങ്ങോട്ടേ വളരൂ ചെടി. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില ചെടികളൊക്കെ ഇങ്ങനെ സൈഡിലോട്ട് വളർന്നു പോകുന്നത് എന്താ കാര്യം? കാരണം അങ്ങോട്ടാണ് സൂര്യപ്രകാശം, അങ്ങോട്ട് പോവുക. അല്ലെങ്കിൽ വെള്ളം അപ്പുറത്തെ ഭാഗത്തോട്ടാണെന്നുണ്ടെങ്കിൽ വേറെ അങ്ങോട്ട് വളരും. അപ്പൊ ചെടി എന്ത് ചെയ്യും? ഇങ്ങോട്ട് ചെരിയും. നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാതിരുന്നാലേ ഉണ്ടാകുന്ന കുഴപ്പങ്ങളാണ്. അപ്പൊ ഒരു ചെടി ഇങ്ങനെ വളർന്നു വരുമ്പോ നമ്മളത് കറക്റ്റ് ആയിട്ട് വളരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ സാഹചര്യങ്ങളെല്ലാം ഒരുക്കും. അപ്പൊ അതിന്റെ മോശം ബ്രാഞ്ചസ് കട്ട് ചെയ്ത് കളയും. അതിനെ ഒരു ചെറിയ ചരടിൽ പിടിച്ച് വേറൊരു സ്ഥലത്ത് കെട്ടി ആ ചെടിയെ എന്ത് ചെയ്യും? നേരെ നിർത്തും. ഓക്കെ. അപ്പൊ വെള്ളം കെട്ടിക്കിടക്കുവാണെങ്കിലോ, അപ്പൊ നമ്മൾ അവിടെ മണ്ണൊക്കെ ഇട്ട് ആ കെട്ടിക്കിടക്കുന്ന വെള്ളത്തെ നമ്മൾ അവിടെ എന്ത് ചെയ്ത് കളയും? പറ്റിച്ചു കളയും. അല്ലെന്നുണ്ടെങ്കിൽ വേരഴുകി ചെടി പോവും. ഇത് ഒരു ചെടിയുടെ കാര്യത്തിൽ, ഒരു ചെടി വളർന്നു വരുന്നത് നമുക്ക് വേണേ വിചാരിക്കുമ്പോ സ്വാഭാവികമായിട്ട് അങ്ങ് എന്ത് ചെയ്തോളും? വളർന്നോളും.
സ്വാഭാവികമായിട്ട് വളർന്നോളൂ എന്ന് വിചാരിച്ചാൽ ഒരു ചെടിക്ക് സംഭവിക്കുന്ന കാര്യം ഇതാണ്. നമ്മുടെ മക്കളുടെ കാര്യത്തിലോ സ്വാഭാവികമായിട്ട് വളർന്നോളും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ അപകടങ്ങളെല്ലാം സംഭവിക്കും. പക്ഷെ ശ്രദ്ധാപൂർവം നമ്മൾ നമ്മുടെ മക്കളെ വളർത്തിയെടുത്താലോ നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന മാസ്റ്റർ പീസ് നമ്മുടെ കുഞ്ഞുങ്ങളാണെന്നുള്ള ബോധ്യത്തിൽ നമ്മൾ ഈ ലോകത്തില് അവശേഷിപ്പിച്ചു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അടയാളം നമ്മുടെ മക്കളാണെന്നുള്ള ഒരു തിരിച്ചറിവും ബോധ്യവും നമുക്കുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഭയങ്കര വ്യത്യാസമായിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ഉദാഹരണം പറയാം. എന്റെ പോക്കറ്റിൽ ഒരു പേന ഇരിപ്പുണ്ട്. 20 റുപ്പീസിന്റെ പേനയാണ്. കുറച്ചു നേരം കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞ് ഈ പേന നോക്കിയപ്പോ എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. ഞാൻ വിഷമിക്കുമോ? ആഫ്റ്റർ 20 റുപ്പീസ് വേറൊരു 20 റുപ്പീസ് കൊടുത്താൽ ഈ പേന എന്ത് ചെയ്യും? കിട്ടും. നേരെ മറിച്ച് എന്റെ പോക്കറ്റില് ക്രോസിന്റെ ഒരു പേന, ക്രോസിന്റെ പേന ഗോൾഡ് പ്ലേറ്റഡ് ആണ്. 4000 രൂപ, 5000 രൂപ, 6000 രൂപയാണ് എന്ത് വില. അപ്പൊ ഞാന് ക്രോസിന്റെ ഒരു പേനയുമായിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന് വിചാരിക്കുക. ഞാൻ തിരിച്ചു പോകുന്ന വഴിക്ക് നോക്കിയപ്പോ എന്ത് കാണുന്നില്ല? പേന കാണുന്നില്ല. ഉടനെ ഞാൻ എന്ത് ചെയ്യും? തിരിച്ചു വരും. തിരിച്ചു വന്ന പേന തപ്പിയെടുത്തോണ്ട് പോകും. ചിലപ്പോ ഇവിടെ കസേരയെല്ലാം കാണാൻ ഇരിക്കുമായിരിക്കും. ഇവിടെ ഒരു പേന ഇരുന്ന് കിട്ടിയെന്നുണ്ട് ടീച്ചർ പ്രിൻസിപ്പലിന്റെ കൈ കൊടുത്തു. പ്രിൻസിപ്പലിന്റെ കൈ മേടിച്ചോണ്ട് പോകും. കാരണം അതിനെന്തുണ്ട്? മൂല്യമുള്ള സാധനങ്ങളെ നമ്മൾ എന്ത് ചെയ്യും? ശ്രദ്ധിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ രാവിലെ എഴുന്നേറ്റു. അപ്പൊ കൊച്ചു പറയുക, എനിക്ക് എന്ത് കാണണം? മൊബൈൽ ഫോണിൽ കളിക്കണം. ഉടനെ നമ്മൾ നീ ഇപ്പൊ കളിക്കണ്ട, ഉടനെ കീ എന്ന് പറഞ്ഞ കരച്ചിൽ എന്ത് ചെയ്ത് തുടങ്ങി. അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കുന്നത്? ഓ, ബഹളം കേൾക്കാൻ വയ്യ, നീ കൊണ്ടുപോ. അപ്പൊ കൊച്ചു കൊണ്ടുപോയിരുന്ന് എന്ത് ചെയ്യുക? കളിക്കുക. നമുക്കും വേണം വിചാരിക്കാം, കുറച്ചു നേരത്തോട്ട് മൊബൈൽ കൊടുത്ത് വിട്ടു കഴിഞ്ഞാൽ ഒരു മനസമാധാനം കിട്ടും. പ്രിയപ്പെട്ടവരെ, കൊച്ചിങ്ങനെ മാന്തി വരുമ്പോഴേ എന്തൊക്കെ സാധനങ്ങളാ അതിൽ വരുന്നതെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ വയ്യ, അറിയാൻ വയ്യ. ആദ്യം നല്ല നല്ല 3-4 സാധനങ്ങൾ എന്ത് ചെയ്യും? വരും. അത് കഴിഞ്ഞ് വരുന്ന ചിലപ്പോൾ വളരെ ചീത്ത സാധനങ്ങളായിരിക്കും. ലൈവ് വീഡിയോസ് ഒക്കെ വരും. ലൈവ് വീഡിയോസ് പന്ന സാധനങ്ങൾ. നമ്മുടെ കൊച്ചിന് മൊബൈൽ ഫോൺ അങ്ങനെ കൊടുത്തു വിടാൻ പറ്റൂല. കാരണം നമ്മുടെ കുഞ്ഞെന്താണ്, നമുക്ക് ഭയങ്കര വിലയുള്ള സാധനമാണ്. അത് അതിനെ നഷ്ടപ്പെടുത്താൻ നമുക്ക് എന്ത് ചെയ്യൂല, പറ്റൂല. വലിയ ജാഗ്രത പേരന്റിങ്ങിൽ കാണിക്കണമെന്നുള്ളതാണ് എനിക്ക് ഒന്നാമത് സൂചിപ്പിക്കാനായിട്ടുള്ള കാര്യം. നമ്മൾ ഓർത്തിരിക്കും. ഞാൻ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുവാണ്. ഒറ്റ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്തു വെച്ചു. ശ്രദ്ധാപൂർവം മക്കളെ വളർത്തിയെടുത്താൽ നമുക്ക് നമ്മുടെ മക്കളെ മദർ തെരേസയെ പോലെ, കലാമിനെ പോലെ, മഹാത്മാഗാന്ധിയെ പോലെ ആക്കി മാറ്റാൻ പറ്റും. യാതൊരു സംശയവുമില്ല. നേരെ മറിച്ച് നമ്മൾ ഭയങ്കര കെയർഫ്രീ കാഷ്വൽ ആയിട്ട് കാര്യങ്ങളെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞ് അവൻ നമ്മളെ കിട്ടുന്നില്ല. മിണ്ടാനും വർത്താനം പറയുന്ന കാര്യങ്ങൾ ചോദിക്കാനും. അപ്പൊ അവൻ എന്ത് ചെയ്യും? അവൻ ആരെയാണോ കിട്ടുന്നത് അവരോട് എന്ത് ചെയ്യും? സംസാരിക്കും. അവരോട് കാര്യങ്ങൾ ചോദിക്കും. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ചുറ്റുപാട് നമ്മുടെ മക്കളെ നശിപ്പിക്കാനായിട്ട് കാത്തു നിൽക്കുന്ന ഇഷ്ടം പോലെ സാധനങ്ങൾ ഉണ്ട്. വലിയ വലിയ കമ്പനികൾ പുതിയതായിട്ട് അവരുടെ പുതിയ പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ററാക്റ്റീവ് ഗെയിംസ് തുടങ്ങുക. എന്താണ് പുതിയ വലിയ പ്രോജക്റ്റ്? ഗെയിമിംഗ് സെന്റേഴ്സ് തുടങ്ങുക. ഞാൻ കമ്പനികളുടെ ഒന്നും പേര് ഞാൻ പറയുന്നില്ല. വലിയ വലിയ കമ്പനികൾ ഇന്ത്യയിലെ അവർ പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടിയുള്ള പുതിയ മാർഗമാണ് എന്താണ്? കുട്ടികളെ ഗെയിമിംഗ്, ഇന്ററാക്റ്റീവ് ഗെയിമിംഗ് സെന്റേഴ്സ് ഒക്കെ തുടങ്ങുക എന്നൊക്കെ ഉള്ളതാണ് പ്ലാൻ ചെയ്യുന്നത്. എന്തോ സംഭവം? അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേർ അതിൽ നിന്ന് എന്ത് ചെയ്യത്തില്ല, ഇറങ്ങത്തില്ല. അങ്ങനെ അവരെ അഡിക്റ്റ് ആക്കുന്ന രീതിയിലുള്ള ഗെയിംസും സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് പ്രോഫിറ്റ് കൂട്ടാനായിട്ടൊക്കെയാണ് പല കമ്പനികളും എന്ത് ചെയ്യുന്നത്, ചിന്തിക്കുന്നത്, ശ്രദ്ധിക്കുന്നത്. പിള്ളേർക്ക് സിനിമ, സ്പോർട്സ്, ഫുട്ബോള് ഒക്കെ ഫ്രീ ആയിട്ട് കാണാൻ എന്ത് കൊടുക്കും? അവസരം കൊടുക്കും. എന്താ കാര്യം? അവരിത് കണ്ട് ഏകദേശം അഡിക്റ്റ് ആയി കഴിയുമ്പോ പിന്നെ ഇവരെന്ത് ചെയ്തോളും? കാശ് കൊടുത്ത് പർച്ചേസ് ചെയ്ത് കണ്ടോളും. അവരെ അടിമകളാക്കുകയാണ്. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കാനുള്ള സംഭവങ്ങൾ ഇഷ്ടംപോലെ ചുറ്റുപാടും ഉണ്ട്. അപ്പൊ അതിന് നമ്മൾ ഒരു വേലി കെട്ടിയില്ല എങ്കിൽ വേണ്ടാത്ത സാധനങ്ങളെല്ലാം എന്ത് ചെയ്യും? ഈ കുട്ടികളുടെ ജീവിതത്തിനകത്തോട്ട് കേറും. അതുകൊണ്ട് പല സാധനങ്ങളോടും മതി എന്ന് പറയണം. ഫോർ എക്സാമ്പിൾ, എനിക്കിപ്പോ മൊബൈൽ ഫോൺ വേണമെന്ന് പറഞ്ഞ് കരയുമ്പോഴത്തേക്ക് നമ്മൾ എന്തോ പറയണം? കുറച്ചുകൂടെ ഉറക്കെ കരയൂ.
കുറച്ച് 10-20 പേരും കൂടെ എന്ത് ചെയ്യട്ടെ, കേൾക്കട്ടെ. നീ കുറച്ചും കൂടെ എന്ത് ചെയ്യട്ടെ, നാണം കിടട്ടെ, നീ കുറെ കൂടെ ഉറക്ക കരയൂ. കുഞ്ഞിനോട് സ്നേഹമുള്ളത് കൊണ്ടാ നമ്മുടെ കുഞ്ഞിനെ വളർത്തുന്നതും നമ്മുടെ ഫ്രണ്ടിന്റെ കുഞ്ഞ് വരുമ്പോഴും തമ്മിലുള്ള വ്യത്യാസങ്ങൾ രണ്ട്. നമ്മുടെ കുഞ്ഞിനെയാണ് വളർത്തുന്നതിന് പലതിനും നമ്മൾ എന്തോ പറയും, നോ പറയും. ചിലത് നമ്മൾ എന്ത് ചെയ്യത്തില്ല, കൊടുക്കത്തില്ല. എന്തെങ്കിലും തെറ്റ് കാണിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, തിരുത്തലും താക്കീതും ഒക്കെ എന്ത് ചെയ്യും, കൊടുക്കും. പക്ഷെ നമ്മുടെ ഫ്രണ്ടിന്റെ കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആ കുഞ്ഞൊരു ഗ്ലാസ് ഇട്ട് പൊട്ടിച്ചെന്ന് വിചാരിച്ചാൽ നമ്മളൊന്നും എന്ത് ചെയ്യത്തില്ല, പറയാ സാരമില്ല പോലെ, ഇഷ്ടം പോലെ ഗ്ലാസ് ഉണ്ട്, വിഷമിക്കണ്ട എന്ന് പറയും. ഫ്രണ്ടിന്റെ കുഞ്ഞാ, അവനൊരു പട്ടിന്നോ അങ്ങനെ വിളിച്ചെന്ന് വിചാരിച്ചോ, നമ്മൾ എന്താ പറയും, ആ പോട്ടെ സാരമില്ല. നമ്മൾ കിഴക്ക് കൊടുക്കുമോ നമ്മുടെ ഫ്രണ്ടിന്റെ കുഞ്ഞിനെ? ഇല്ല. നമ്മളതിനെ എന്ത് ചെയ്യും, ആഫ്റ്റർ ഓൾ ഫ്രണ്ടിന്റെ കുഞ്ഞാ, നമ്മുടെ അല്ല. ഇച്ചിരി കഴിയുമ്പോ വന്ന് എന്ത് ചെയ്തോളും, കൊണ്ടുവയ്ക്കും. പക്ഷെ നമ്മുടെ കുഞ്ഞാണെങ്കിലോ ശ്രദ്ധിക്കണേ, നമ്മുടെ കുഞ്ഞാണെങ്കിൽ അവൻ ഇങ്ങനെ അസഭ്യമായ വാക്കുകൾ എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ചിലപ്പോൾ കിഴക്ക് കൊടുക്കും. ചിലപ്പോ അവൻ അന്ന് 1 മണിക്കൂർ കഴിഞ്ഞ് നല്ലപോലെ വിശപ്പിച്ചിട്ട് എന്ത് കൊടുക്കൂ, ഭക്ഷണം കൊടുക്കൂ. അല്ലെങ്കിൽ നമ്മൾ പിണങ്ങിയിരിക്കും, മിണ്ടൂല്ല. അത് നല്ലൊരു സ്ട്രാറ്റജിയാണ് കേട്ടോ. പിണങ്ങി മിണ്ടാതിരിക്കുമ്പോ കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് അമ്മ പിണങ്ങി, അപ്പൊ പിള്ളേർക്ക് സങ്കടമാണ്. അതൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ള മാർക്ക്. കിഴക്ക് കൊടുക്കുന്നതിനെക്കാട്ടും നല്ലതാണ് പിണങ്ങിയിരിക്കുന്നതും. അല്ലെങ്കിൽ ഇനി ഈ ആഴ്ച ജ്യൂസ് ഇല്ല, അതിന്റെ ആഴ്ചയിലെ കടയിൽ എന്ത് കൊണ്ടുപോയി ജ്യൂസ് വാങ്ങിച്ചു കൊടുക്കും. പക്ഷെ ഈ ആഴ്ച എന്തില്ല, ജ്യൂസ്. ഇതൊക്കെ കുറച്ചും കൂടെ പോസിറ്റീവ്. ഇനി നമ്മുടെ മക്കളും ഫ്രണ്ടിന്റെ കുഞ്ഞുമായിട്ട് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് കേട്ടോ. ഫ്രണ്ടിന്റെ കുഞ്ഞ് എന്ത് ചെയ്യുക, ഉറങ്ങുക. നമ്മൾ എവിടെ ഇട്ടേക്കുക, തോളത്തിട്ടേക്കുക. ഭയങ്കര ഭാരവാ. ഇച്ചിരി കഴിയുമ്പോൾ നമുക്ക് വല്ലാത്ത ക്ഷീണം എന്ത് ചെയ്യും, വരും. പക്ഷെ നമ്മുടെ കുഞ്ഞാണെങ്കിലോ ചിലപ്പോ തോളത്തിട്ട നേരം വെളുക്കുന്നത് വരെ പനിയൊക്കെ ഉള്ളപ്പോ നമ്മൾ എന്ത് ചെയ്യും, തോളത്തിട്ടോണ്ട് ഉറങ്ങാതെ താരാട്ട് പാടിക്കൊണ്ടിരിക്കും അമ്മ. കാരണം അമ്മയ്ക്ക് എന്തില്ല, ഭാരമില്ല. കാരണം എന്റെ കുഞ്ഞാണ്, എനിക്ക് അമൂല്യമായ കഥാപാത്രമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുഞ്ഞ് അമൂല്യമായ ഒരു രത്നമാണ്. അതിനെ തേച്ച് മിനുക്കി പുറത്തെടുക്കുക എന്നുള്ളതാണ് എന്ത്, പേരന്റിങ്. അതിന് ഒന്നാമത്തെ കാര്യം എന്താണ്, ഹസ്ബൻഡിനും വൈഫിനും തമ്മിൽ എന്ത് വേണം, ഒരു യൂണിറ്റി വേണം. ഇപ്പൊ കുട്ടി എന്തെങ്കിലും ഒരു കാര്യം കാണിക്കും, അവൻ നിന്റെ സ്വഭാവം പഠിച്ച് നിന്റെ ട്രെയിനിങ് എന്താവുന്നില്ല, ശരിയാവുന്നില്ല. അല്ലെ നിന്റെ അപ്പനെ പോലെ അവന്റെ സ്വഭാവം. ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ഇതാണ് വർത്തമാനങ്ങളാണ് കേട്ടോ. ഇങ്ങനെ നമ്മുടെ ഈ പിള്ളേർ ഭയങ്കര ഇന്റലിജന്റ് ആണ് കേട്ടോ. ഈ അപ്പനും അമ്മയും തമ്മിൽ യൂണിറ്റി ഉണ്ടോ എന്ന് അവരെന്ത് ചെയ്യും, ടെസ്റ്റ് ചെയ്യും. എന്നിട്ട് അപ്പന്റെ അടുത്ത് പറഞ്ഞാൽ എന്ത് സമ്മതിക്കും, അമ്മയുടെ അടുത്ത് പറഞ്ഞാൽ എന്ത് സമ്മതിക്കും എന്നൊക്കെ അവർക്ക് എന്ത് ചെയ്യാം, അറിയാം. അപ്പനെ കൊണ്ട് ആരെ കൊണ്ട് പറയിപ്പിക്കും, അമ്മയോട്. അമ്മയെ കൊണ്ട് ആരോട് പറയിപ്പിക്കും, അപ്പനോട്. സ്വാഭാവികമായി കുട്ടികൾക്ക് ഈ മേഖലകളിലൊക്കെ ഭയങ്കര ബുദ്ധിയുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ എന്തോ ശ്രദ്ധിക്കേണ്ടത്, അപ്പനും അമ്മയും ഒരു ടീം ആയിരിക്കണം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പനോട് വന്ന് ചോദിക്കുക, ടൂറിന് പോണം. ഉടനെ പറയാം, നീ അമ്മയോട് ഒന്ന് ചർച്ച ചെയ്തിട്ട് വരൂ. അപ്പൊ അമ്മ പറയുക, എന്ത്, ഞാനും അച്ഛനും കൂടെ ഒന്ന് ആലോചിച്ചിട്ട് എന്ത് ചെയ്യാം പറയാം. അല്ലെന്നുണ്ടെങ്കിൽ എന്തോ പറയും, അപ്പ സമ്മതിച്ചു, അമ്മയാ സമ്മതിക്കാത്തത്. എന്താ അമ്മയ്ക്ക് എന്താ കുഴപ്പം, അമ്മയ്ക്ക് കുഴപ്പമില്ലല്ലോ. പെട്ടെന്ന് നമ്മളെ സ്പ്ലിറ്റ് ആക്കി, രണ്ടുപേരെ രണ്ടിടത്താക്കി താരതമ്യപ്പെടുത്തുവാണ്. ഒരുമിച്ച് നിൽക്കണം, സ്ട്രോങ് ആയിട്ട് എന്ത് ചെയ്യണം, ഒരുമിച്ച് നിൽക്കണം. ഒരു വീട്ടിലാണെങ്കിൽ ഒരു കൊച്ചു കുഞ്ഞു വന്ന് അമ്മയെടുത്ത് അടുക്കളയിൽ വന്ന് എന്ത് ചെയ്യുക, ടൂറിന് പോട്ടോ എന്ന് ചോദിക്കുവാണ്. 500 രൂപ വേണോ അമ്മ, ടൂറിന് പോണം. ഉടനെ ഈ അമ്മ പറയുക, നീ പോയി അച്ഛനോട് ചോദിക്ക്, അച്ഛൻ ഇവിടുന്നെങ്കിൽ വിട്ടോ. ഉടനെ അച്ഛൻ്റെ അടുത്തോട്ട് പോകുമ്പോഴേക്ക് പെട്ടെന്ന് ഫോൺ എടുത്ത് വിളിച്ച്, ചേട്ടാ കൊച്ചു ടൂറിന് വേണ്ടി വരുന്നുണ്ട്, വിടണ്ട ചേട്ടാ, വിടണ്ട, നമുക്ക് 2 രൂപയുടെ സംഭവത്തിൽ നമുക്ക് തന്നെ കൊണ്ടുപോവാം, വിടണ്ട. അടുത്ത കൊച്ചിങ്ങനെ വരുക, അപ്പനോട് ചോദിക്കാം, അപ്പ ശംഖുമുഖത്ത് 500 രൂപയുടെ ടൂറിന് പോകണം, അപ്പ സ്കൂളിൽ നിന്ന് ടൂറിന് കൊണ്ടുപോവാ. അപ്പൊ ഉടനെ പറയുക, എന്താണ്, 500 രൂപയുടെ ടൂറ് ശംഖുമുഖത്തില്ലേ, ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു ശംഖുമുഖത്തും കോവളത്തും വേളിയിലും എല്ലാം കൂടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് ഞാനും അമ്മയും നീയും നമുക്ക് അങ്ങ് പോവാം. ഇങ്ങനെ ഒരു യൂണിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാൻ വളരെ എളുപ്പമാണ്. ഭാര്യയോട് ചോദിക്കട്ടെ, എന്താണ് ഇവൻ ഇങ്ങനെ, എന്താണ് നിന്റെ കൊച്ച്. ചില വീടുകളിലൊക്കെ ഭയങ്കര ഭ്രാന്താണ് കേട്ടോ. കാരണം എന്ന്
പിള്ളേരെ മതി. അവള് പ്രസവിച്ച ഒരു പെണ്ണിനെ ആര് പറയുന്നു? ഹസ്ബൻഡ് പറയും അവള് പ്രസവിച്ചിട്ടേക്കുന്ന ഒരു പെങ്കൊച്ചിനെ. കുറച്ചാൾ കഴിഞ്ഞ് 1.5 വർഷം കഴിഞ്ഞ് അടുത്ത കുഞ്ഞു വന്ന് ഉടനെ ഈ ഹസ്ബൻഡിന്റെ അമ്മ ഈ പെങ്കൊച്ചിന്റെ അടുത്ത് ചോദിക്കുക, നിന്റെ കുഞ്ഞിക്കുള്ളിൽ ഇതേ ഉള്ളു? ഏത് പെൺകുട്ടികളെ? ഹസ്ബൻഡിന്റെ അമ്മ മകന്റെ ഭാര്യയോട് ചോദിക്കുക, നിന്റെ ഉള്ളിൽ ഇതേ ഉള്ളോന്ന്? ഏത് പെൺകുഞ്ഞുങ്ങളെ ഉള്ളു? എന്താണ് സംഭവം? കുഞ്ഞ് പെണ്ണാണോ ആണാണോ തീരുമാനിക്കുന്നത് ആര്? ഹസ്ബൻഡ്. ഹസ്ബൻഡിന്റെ ഉള്ളിൽ എക്സ് ഉണ്ട്, വൈ ഉണ്ട്. വൈഫിന്റെ ഉള്ളിൽ എന്തേ ഉള്ളൂ? എക്സേ ഉള്ളൂ. ഹസ്ബൻഡിന്റെ കയ്യിൽ നിന്ന് വൈ ആ കിട്ടുന്നതെങ്കിൽ കുഞ്ഞെന്ത് ആണ്? ഹസ്ബൻഡിന്റെ കയ്യിൽ നിന്ന് എക്സ് ആ കിട്ടിയെങ്കിൽ എന്ത്? പെണ്ണ്. അപ്പം ശരിക്കും ബുദ്ധിയുള്ള പെൺകൊച്ചാണെങ്കിൽ പറയും, അമ്മ മോന്റെ അടുത്ത് പോയി പറഞ്ഞു. എന്റെ അടുത്ത് പറഞ്ഞിട്ട് എന്തില്ല കാര്യമില്ല, നിങ്ങളുടെ മോന്റെ ഉള്ളിൽ എന്തേ ഉള്ളൂ? പെൺകൊച്ചേ ഉള്ളൂ. അതാ പ്രശ്നം. അങ്ങനെ അമ്മയമ്മടുത്ത് വഴക്കുണ്ടാക്കണമെന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. ആ രീതിയിലൊന്നും നിങ്ങൾ ചിന്തിച്ചു കളയരുത്. അപ്പൊ അറിവില്ലാത്തത് കൊണ്ട് ഓരോ ആളുകൾ കാണിക്കുന്ന സംഭവങ്ങളെ പറ്റി ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആണാണോ പെണ്ണാണോ എന്നുള്ളത് ഒന്നും എന്തില്ല, വിഷയമല്ല. ഒരു പെൺകൊച്ചാണെന്നുണ്ടെങ്കിൽ എന്താണ്, അതിനെ പഠിപ്പിച്ച് മേരി ക്യൂറിയെ പോലെ ആക്കണം. മേരി ക്യൂറി 2 നോബൽ സമ്മാനം മേടിച്ച ആളാണ് കേട്ടോ. വീട്ടിലൊക്കെ ട്യൂഷൻ പഠിപ്പിക്കുന്ന ടീച്ചറായിരുന്നു. അത് കഴിഞ്ഞ് 2 നോബൽ സമ്മാനം മേടിച്ചു. അതുകൊണ്ട് ഈ ഹസ്ബൻഡും വൈഫും തമ്മിൽ ഒരു യൂണിറ്റി ഉണ്ടാണ്. എന്താ നിന്റെ കുഞ്ഞ് ഇങ്ങനെയൊന്നും എന്ത് ചെയ്യരുത്, ചോദിക്കരുത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നീ ആള് ശരിയല്ല എന്ന് മോന്റെ അടുത്ത് ഒരു അപ്പൻ പറയുകയാണെന്ന് വിചാരിച്ചാൽ നമ്മൾ എന്താണ് ആക്ച്വലി പറയുന്നത്? എന്റെ 23 ക്രോമസോമും ശരിയായില്ല, എന്റെ ഭാര്യയുടെ 23 ക്രോമസോമും ശരിയായില്ല. ഞങ്ങൾ ഈ കൊച്ചിന് കുഞ്ഞുനാളിൽ ഉണ്ടാക്കി കൊടുത്ത എൻവയൺമെന്റും എന്തായിട്ടില്ല, ശരിയായില്ല. കുഞ്ഞെന്ത് ചെയ്തു പോവുക, നശിച്ചു പോവുക എന്നാണ് ഇതിന്റെ അർത്ഥം. ഒരു കുഞ്ഞ് എന്ന് പറയുന്നത് ഹെറിഡിറ്റിയും എൻവയൺമെന്റും ചേർന്നതാണ്. ഹെറിഡിറ്റി ഈസ് സീഡ് ആൻഡ് എൻവയൺമെന്റ് ഈസ് സോയിൽ. റെഡി? വിത്ത് നന്നായാലേ എന്ത് ചെയ്യൂ, നല്ല മണ്ണുമൊക്കെ കിട്ടുവാണ്, വളർന്ന് നല്ല വരിക്കച്ചൊക്കെ തന്നെ കിട്ടും. നേരെ മറിച്ച് വിത്ത് മോശമായാലോ നല്ലപോലെ ചിലപ്പോൾ വളരത്തില്ല, പിന്നെ കൂഴച്ചൊക്കെ ആയിരിക്കും. അപ്പൊ വിത്ത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പന്റെ സ്വഭാവം ഇമ്പോർട്ടന്റ് ആണ്, അമ്മയുടെ സ്വഭാവം ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്ക് ഓൾറെഡി ഇനി ഒരു കുഞ്ഞും കൂടെ വേണം എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾ കുറച്ച് ദിവസം പ്രാർത്ഥനയോടെ മനസ്സിൽ നിന്ന് വെറുപ്പെല്ലാം കളഞ്ഞ്, വിദ്വേഷം എല്ലാം കളഞ്ഞ്, പാവങ്ങളെയൊക്കെ സഹായിച്ച് അഗതി മന്ദിരങ്ങളിലൊക്കെ പോയി നിങ്ങളെ തന്നെ ഒന്ന് എന്താക്കണം, വെടിപ്പാക്കണം. എന്നിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങളുടെ 21 ക്രോമസോമിനകത്തൂടെ കുഞ്ഞിന് എന്ത് കിട്ടും? ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവം കിട്ടും. നേരെ മറിച്ച് എന്താണ്, എല്ലാവരോടും ദേഷ്യവും പകയും അസ്വസ്ഥതയും ഒക്കെ വെച്ച് പുലർത്തുന്ന ഒരു മനസ്സാണ് നമ്മുടെതെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു 23 ക്രോമസോം അല്ല നമ്മുടെ കുഞ്ഞിന് നമുക്ക് സംഭാവന ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ മാനസികാവസ്ഥ. എൻവയൺമെന്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്. എൻവയൺമെന്റ് ഫോർ എക്സാമ്പിൾ, എപ്പോഴും ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്ക് ഒരു വീട്ടിലെ ഒരു എൻവയൺമെന്റ് ആണത്. ഉറപ്പാണ് കുഞ്ഞെന്ത് ചെയ്യും, അവന്റെ ഭാര്യ, ഇവൻ വളർന്നു വരുമ്പോ അവന്റെ ഭാര്യ എടുത്ത് ഇതുപോലെ വഴക്കായിരിക്കും. കാരണം അവൻ അത് വളരെ സ്വാഭാവികമായ നോർമൽ ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പം എൻവയൺമെന്റും ഇമ്പോർട്ടന്റ് ആണ്. ഇനി 2 എൻവയൺമെന്റ് ഉണ്ട്. ചില മാതാപിതാക്കന്മാരൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ ടോയ്സ് ഒക്കെ കൊടുക്കും കുഞ്ഞുങ്ങൾക്ക്. നല്ലതാ. പക്ഷെ ഈ ടോയ്സും നമ്മൾ ഉണ്ടാക്കിയ വീടും മുറ്റത്തെ ഗാർഡനും ഒന്നും അല്ല. ശരിക്കുള്ള എൻവയൺമെന്റ് എന്ന് പറഞ്ഞാൽ അവിടുള്ള മനുഷ്യരാണ്. ഫോർ എക്സാമ്പിൾ, ഒരു വീട്ടിൽ അപ്പൂപ്പനും അമ്മൂമ്മയും ഉണ്ടെന്ന് വിചാരിക്കുക. നല്ല ഒരു എൻവയൺമെന്റ് ആണത് കുഞ്ഞിന് വളരാൻ. ഒരു കൊച്ചു സ്കൂളിൽ നിന്ന് വീട്ടിൽ വന്ന് ചോദിച്ചു, ചേച്ചിയെടുത്ത് ചോദിച്ചു, ചേച്ചി വാട്ട് ഈസ് സെക്സ്? ചേച്ചി ഞെട്ടി. ഉടനെ അമ്മയുടെ അടുത്ത് ചോദിച്ചു, അമ്മ ഉരുളക്കിഴങ്ങ് വെട്ടിക്കൊണ്ടിരിക്കുക, അമ്മ വാട്ട് ഈസ് സെക്സ്? അമ്മയുടെ കയ്യിൽ നിന്ന് ഉരുളക്കിഴങ്ങ് തെറിച്ചങ്ങ് പോയി. അമ്മയും ഞെട്ടി. കൊച്ചു വായിലെ വലിയ വർത്തമാനം. കുറച്ചേരം കഴിഞ്ഞപ്പോ അപ്പൻ വന്ന അപ്പന്റെ അടുത്ത് ചോദിക്കുക, അപ്പ വാട്ട് ഈസ് സെക്സ്? അപ്പൊ പുള്ളി പറയാൻ ശ്രമിക്കുവാണ്, ഞാൻ അച്ഛൻ, ഇതമ്മ, ഞങ്ങളുടെ തമ്മിലുള്ള സ്നേഹമാണ്, ആര്? കുഞ്ഞ്, നീ എന്നൊക്കെ പറഞ്ഞ്. കുറെ നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് കൊച്ചു ചോദിക്കുക, ഇതെല്ലാം കൂടെ എവിടെ എഴുതുമെന്ന്. ഇതെല്ലാം കൂടെ എവിടെ എഴുതും? സ്കൂളിൽ നിന്ന് ഒരു പ്രൊഫോമ കൊടുത്തു വിട്ട്, പേര് അവൻ എന്ത് ചെയ്തു, എഴുതി. ഏജ് അവൻ എന്ത് ചെയ്തു, എഴുതി. അടുത്തത് സെക്സ് എന്തുവാന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ അച്ഛൻ, ഇത് അമ്മ, ഇത് അമ്മയുടെ അച്ഛന്റെ തമ്മിലുള്ള സ്നേഹമാണ്, കുഞ്ഞ് എന്ന് എഴുതാൻ വേണ്ടി എന്തില്ല,
ഇച്ചിരി സ്ഥലമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും ഉണ്ടായിരുന്നെങ്കിലോ, ഇങ്ങനെ ഒരു ചോദ്യം ഒരു അപ്പൂപ്പന്റെ അമ്മൂമ്മയുടെ അടുത്താ ചോദിക്കുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യും? ഉടനെ വിളിച്ച് മടിയിലോട്ട് ഇരുത്തി 5-6 ഉമ്മയും കൊടുക്കും. എന്നിട്ട് എന്താ പറയും? നല്ല ചോദ്യം, ഇപ്പൊ അമ്മൂമ്മ പറഞ്ഞു തരാമേ, ഇപ്പൊ അമ്മൂമ്മ പറഞ്ഞു തരാമേ, ഇരിക്കട്ടെ ഇരിക്കട്ടെ, എവിടെ നിന്ന് കിട്ടി ഈ ചോദ്യം? ഉടനെ അവൻ പ്രൊഫോമ എടുത്ത് കാണിക്കും. അമ്മൂമ്മ, ദാ അമ്മൂമ്മ, സ്കൂളിൽ നിന്ന് ടീച്ചർ തന്ന അമ്മൂമ്മ, നെയിം എഴുതിയ അമ്മൂമ്മ, ഏജ് എഴുതിയ അമ്മൂമ്മ, സെക്സ് എന്തുവാന്ന് മനസ്സിലാവുന്നില്ല അമ്മൂമ്മ. പിന്നെ അമ്മൂമ്മ പറഞ്ഞു കൊടുത്ത പോലെ, നീ ആൺകുട്ടി ആയതുകൊണ്ട് നീ എം എന്ന് എന്ത് ചെയ്താ മതി, എഴുതിയാ മതി. മെയിൽ എന്ന് എഴുതി, പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ നീ എഫ് ഫീമെയിൽ എന്നായിരുന്നു എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത്. അപ്പൊ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും എന്തുണ്ട്? ക്ഷമയും സമയവും. നമുക്ക് എന്തില്ല? ക്ഷമയില്ല, സമയവും ഇല്ല. അതുകൊണ്ട് നമുക്ക് ക്ഷമയും സമയവും നമുക്ക് ഉണ്ടാവുമോ? ഉണ്ടാവും എന്ന് നമ്മൾ അപ്പൂപ്പനും അമ്മൂമ്മയാവുമ്പോ അപ്പോഴേ ഉണ്ടാവും. അതുവരെ നമ്മൾ എന്താ ബിസി? ആ ലോണ്, ഈ കേസ്, അവിടുത്തെ ചിട്ടി, ഇതൊക്കെ ഇനി എങ്ങനെ വീടുണ്ടാക്കും, എങ്ങനെ ലോൺ ഉണ്ടാക്കും, എങ്ങനെ പിള്ളേർക്ക് ഫീസ് കൊടുക്കും, ഓഫീസിലെ ടെൻഷൻ, ബോസ് ആള് ശരിയല്ല, ഓട്ടോയ്ക്കാണെന്നുണ്ടെങ്കിൽ ഒരു സൗണ്ട് വ്യത്യാസം വരുന്നു, എഞ്ചിൻ പണി വേണമെന്ന് തോന്നുന്നു, എന്തെല്ലാം ടെൻഷൻസ്. കുറ്റം പറയാൻ പറ്റൂല കേട്ടോ. ഈ ലോകത്ത് ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നിരവധി ടെൻഷൻസും പ്രയാസങ്ങളും എല്ലാം ഉണ്ട്. ഫൈൻ. അപ്പൊ അതിനിടയ്ക്ക് കൂടെ നമ്മളിങ്ങനെ പോകുമ്പോ നമുക്ക് ഒത്തിരി പ്രയാസങ്ങളുണ്ട്. ഫൈൻ, അതൊക്കെ ഇരിക്കട്ടെ. പക്ഷെ അപ്പൂപ്പനെ അമ്മൂമ്മയെ കൂടെ നിർത്തിയാലോ? അവരെല്ലാം നോക്കിക്കൊള്ളും. അപ്പൊ അപ്പൂപ്പനെയും അമ്മൂമ്മയും എന്ത് ചെയ്യണം? കൂടെ നിർത്തണം. ഇനി അപ്പൂപ്പനും അമ്മൂമ്മയും അനിയന്റെ വീട്ടിലാണെങ്കിലോ, ഇടയ്ക്കെങ്കിലും അവരെ ഇവിടെ കൊണ്ട് എന്ത് ചെയ്യണം? നിർത്തണം. ഇടയ്ക്ക് അവരുടെ അടുത്ത് പോയി എന്ത് ചെയ്യണം? എല്ലാരും കൂടെ പോയി ഇരിക്കണം, താമസിക്കണം. അപ്പൂപ്പനും അമ്മൂമ്മയും ഒക്കെ മാനിക്കുന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം? നമ്മൾ അങ്ങനെ മാനിക്കുന്നത് നമ്മുടെ മക്കൾ എന്ത് ചെയ്യണം? കാണണം. അതേ അവര് നമുക്ക് തരൂ. ഉറപ്പാണ്. പിള്ളേരെല്ലാം കണ്ടാണ് പഠിക്കുന്നത്. എല്ലാരും നെറ്റിയിലൊന്ന് തൊടാമോ പ്ലീസ്? പെട്ടെന്ന് എല്ലാരും താടിയിലൊന്ന് തൊട. കൈയെടുക്കല്ലേ. എല്ലാരും താടിയിലൊന്ന് തൊടന്ന് ഞാൻ പറഞ്ഞത്. എല്ലാരും ചെള്ളയിൽ പിടിച്ചോണ്ടിരിക്കുക. നമ്മുടെ പുറകിൽ ഒരു അമ്മ മാത്രം മിടുമിടുക്കിയായിട്ട് വെള്ള ഷോളൊക്കെ ഇട്ട് താടിയിൽ തൊട്ടിരിപ്പുണ്ട്. ഒരേ ഒരാളെ ഞാൻ കാണുന്നുള്ളൂ. ഇവിടെ ഒരാളുണ്ട്, ഇവിടെ 2 പേരുണ്ട്. ബാക്കി എല്ലാരും ഇവിടെ പിടിച്ചിരിക്കുക. നമ്മൾ പോലും കണ്ടാ ചെയ്യുന്നത്, കേട്ടല്ല. ഞാൻ നെറ്റിയിൽ തൊടന്ന് വന്നപ്പോ എല്ലാരും എന്ത് ചെയ്തു? ജോജി സാർ നെറ്റിയിൽ തൊട്ടത് കണ്ടു, നെറ്റിയിൽ തൊട്ടു. താടി തൊട്ടെന്ന് പറഞ്ഞപ്പോ നിങ്ങൾ എല്ലാരും എന്നെ നോക്കി എന്ത് ചെയ്തു? പത്തേ ചള്ളയിലോട്ട് തൊട്ട്. ആരെങ്കിലും താടിയിൽ തൊട്ട്? 2-3 പേരെല്ലാം ഉള്ളൂ. നമ്മൾ പോലും എങ്ങനെ പഠിക്കുന്നത്? കാര്യങ്ങൾ കണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എത്തിപ്പോകുന്ന ഈ കൊച്ചു കുഞ്ഞുങ്ങള് എല്ലാം കണ്ടാ പഠിക്കും. നിങ്ങൾ ഈ താറാവൊക്കെ ഇത് ചെയ്യുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടോ? താറാവ് ഒരു താറാവ് ജീവൻ പണയം വെച്ച് പെണ്ണിലോട്ട് ഇറങ്ങും, നൂല് പോലെ. ബാക്കി എല്ലാം അതിന്റെ പുറയല്ലേ. ഇന്നലെ ഞാൻ ഒരു പ്രോഗ്രാമിൽ കൊട്ടാരക്കര ഒരു കൂട്ടം കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി പോയി. ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് അവരെ ഒരു ഗെയിം കളിപ്പിച്ചു. ബോംബിംഗ് ദ സിറ്റി എന്നാണ് ഗെയിമിന്റെ പേര്. 4 കുട്ടികളെ തിരിച്ച് നറുക്കിട്ടെടുക്കുക. ഓരോ സ്ഥലങ്ങളെ ബോംബെ, കൽക്കട്ട, ഡൽഹി, ചെന്നൈ ഇങ്ങനെ ബോംബിട്ട് നശിപ്പിക്കുക. ഞാൻ കൗതുകത്തോടെ ഞാൻ ശ്രദ്ധിച്ചു. 12ാം ക്ലാസ് വരെയുള്ള പിള്ളേരുണ്ടെന്ന് ഓർത്തോണം. അപ്പൊ ഇതിലും ഏതെങ്കിലും ഒരുത്തൻ എന്ത് ചെയ്യും? ഇതിൽ ചെന്നൈയിലോട്ട് ഓടുത്താ പോകുന്ന എല്ലാം അതിന്റെ കുറെ ചെന്നൈയിലോട്ട്. 12ാം ക്ലാസ് വരെയുള്ള പിള്ളേർ പോലും പല സ്ഥലങ്ങളിലും ബോംബെ ഒക്കെ കാലിയായിട്ട് കിടക്കും. പക്ഷെ അടുത്ത് വിസിലടിക്കുമ്പോ ഈ ചെന്നൈയിൽ നിന്ന് ഒരുത്തൻ ബോംബെയിലോട്ട് ഓടും, ചെന്നൈയിലോട്ട് ഓടും. പോകുന്ന എല്ലാം കൂടെ ചെന്നൈയിലോട്ട്. ഈ വലിയ പിള്ളേര് പോലും ഇങ്ങനെ ഒരാൾ ആദ്യം ഓടുന്നവന്റെ പുറകെ ഓടുവാണല്ലോ എന്ന് ഞാൻ ആലോചിച്ചു. യഥാർത്ഥത്തിൽ നറുക്കിട്ടെടുക്കുവാണ്. അതിനകത്ത് എന്തില്ല? ലക്ക് മാത്രമേ ഉള്ളൂ, ഒരു ലോജിക്കും ഇല്ല. ഞാൻ പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ ചെയ്യുന്നത് കണ്ടാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, ചെയ്യാൻ വേണ്ടി പോകും. നമ്മൾ പറയുന്നത് കേട്ടല്ല. എനിക്ക് 4 മക്കളുണ്ട്. നിങ്ങൾ കൂടുതൽ മക്കളെ സ്വീകരിക്കണം കേട്ടോ. നമ്മൾ ഒരു കാലത്ത് നമ്മൾ വിചാരിച്ചു കൂടുതൽ മക്കളുള്ളത് എന്താണ്, പാടാണെന്ന്. അല്ല, കൂടുതൽ മക്കളുണ്ട് ദാരിദ്ര്യമാണെന്ന് നമ്മൾ എന്ത് ചെയ്തു, ചിന്തിച്ചു. തെറ്റ്. ദാരിദ്ര്യമല്ല, കൂടുതൽ മക്കളുള്ളതാണ് ഐശ്വര്യം.
ഇന്ത്യ പിടിച്ചു നിൽക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇന്ത്യയുടെ ജനസംഖ്യയാണ്. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയും, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ചൈനയും ഇന്ത്യയും സ്ട്രോങ് ആയിട്ട് പിടിച്ചു നിൽക്കുവാണ്. ജപ്പാനൊക്കെ ഉടനെ പുറകിലോട്ട് പോകും. കാരണം എന്താണ്? ആവറേജ് ഏജ് 56 60 ഒക്കെയാണ്. യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം പിന്നിലോട്ട് അടിക്കും. ആര് പോകും? ഇനി ആര് യൂറോപ്പിൽ താമസിക്കും? ഇന്ത്യക്കാരും ചൈനക്കാരും. കാരണം യൂറോപ്പിൽ എന്തില്ല? പിള്ളേരില്ല. ഒരു ചില യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഒരു കുഞ്ഞ് ജനിക്കുമ്പോ $5000-10,000 ഗവൺമെന്റ് എന്ത് കൊടുക്കുക? സമ്മാനം കൊടുക്കുക. ഒരു കുഞ്ഞിന്റെ വില നോക്കിക്കോണം. അപ്പം ഞാൻ പറയാൻ കാരണം എന്താണെന്നറിയാം പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ വീട്ടിലെ ടോയ്സ് കൊടുത്താൽ പോരാ. കുറെ ടോയ്സ് ഒക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കൊച്ചു കുഞ്ഞ് അമ്മയടുത്ത് പറയുക, അമ്മ എനിക്ക് ജീവനുള്ള ഒരു ടോയ് വേണമെന്ന് കളിക്കാൻ. ഒറ്റ കുഞ്ഞു വീട്ടിൽ എപ്പോഴും ടോയ്സിന്റെ കൂടെ കളിച്ചോണ്ടിരുന്ന കൊച്ച് അമ്മയടുത്ത് പോയി പറയുക, അമ്മ എനിക്ക് ജീവനുള്ള ഒരു ടോയ് വേണമെന്ന് കളിക്കാൻ. ഒരു അനിയത്തിയോ വേണമെന്ന് കൊച്ച് അതിന്റെ ഭാഷയിൽ എന്ത് ചെയ്യുക? പറയുക. പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ വീട്ടിൽ 4 കുട്ടികളുണ്ട്. ഞാനൊരു നെയ്യപ്പം മേടിച്ചോണ്ട് വരുവാണെന്ന് വിചാരിച്ചോ, എന്തായിരിക്കും അവിടുത്തെ പ്രത്യേകത? 4 പേരും കൂടെ എന്ത് ചെയ്യും? 4ആയിട്ട് അത് മുറിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്ത് സാധനം മുറിച്ചാലും ഒരു കടി എനിക്കും ഒരു കടി അമ്മയ്ക്കും കൊടുക്കണമെന്ന്, എന്റെ വൈഫിന്. അപ്പൊ 4 പേരുടെ പീസ് കൊണ്ടുവന്ന് ഞങ്ങൾക്ക് 2 പേർക്കും എന്ത് തരും? ഓരോ കടി തരും. ഇങ്ങനെയൊക്കെ ഒരു നെയ്യപ്പത്തിനകത്തുനിന്ന് പരസ്പരം കടിച്ചു നിന്നതൊക്കെ നല്ലതാണ് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ഭാവി നമ്മുടെ കാലിലോ കയ്യിലോ കാണാം ഒരു പഴുപ്പ് കണ്ടാൽ നമ്മുടെ പിള്ളേർക്ക് ഛർദ്ദിക്കാൻ വരും. നമ്മൾ വയസ്സാകുമ്പോഴേ നമ്മളെ നോക്കുമ്പോ നമ്മുടെ ഛർദില് എന്ത് ചെയ്യണം? നമ്മൾ ഛർദ്ദിച്ചത് കോരണം. നമ്മുടെ പിള്ളേർക്ക് പറ്റൂല, അവർക്ക് വോമിറ്റിംഗ് വരും. പക്ഷെ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ലൈഫ് നമ്മളെ വീട്ടിൽ കൊടുക്കണം. പിള്ളേര് സൂപ്പർ ആവാൻ ശ്രദ്ധിക്കണേ. അവർക്ക് സൂപ്പർ അനുഭവങ്ങൾ കൊടുക്കണം. നല്ല പുസ്തകങ്ങൾ കൊടുക്കണം, നല്ല അനുഭവങ്ങൾ കൊടുക്കണം. അപ്പം നമ്മൾ ഇനി ചോദിക്കുന്നത് ഹെറിഡിറ്റി. അപ്പം നിങ്ങൾ ഓർത്തോണേ, അപ്പൂപ്പനെ അമ്മൂമ്മയെ കൂടെ നിർത്തണം കേട്ടോ. ഭാഗ്യമാണ്, മഹാഭാഗ്യമാണ്. കുറച്ച് വാശിയൊക്കെ എന്ത് ചെയ്യും? കാണിക്കും, കുഴപ്പമില്ല. ഓർത്തോണം, നമ്മൾ ഇതിനെക്കാട്ടിൽ എന്തായിരിക്കും? വാശിയായിരിക്കും വയസ്സാകുമ്പോൾ. ഓർത്താ മതി, ഒന്ന് ഭാവന കണ്ടാ മതി. ഞാൻ ഇതിനെക്കാട്ടിലും വാശിയായിരിക്കും ഭാവിയിൽ. പിന്നെ ഓർമ്മക്കുറവൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു കഴിഞ്ഞാലും ഫ്രണ്ട്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് എന്ത് പറയും? എനിക്കൊന്നും തിന്നാൻ എന്ത് തരുന്നില്ല, രാവിലെ വലിയ വിശന്ന് ഇങ്ങനെ എന്ത് ചെയ്യുക, കിടക്കുക എന്നൊക്കെ എന്ത് ചെയ്യും? പറയും. സഹനമുണ്ട്. പക്ഷെ അപ്പനും അമ്മയും ഉള്ളത് എന്താണ്? ഒരു അനുഗ്രഹമാണ്. നമ്മുടെ കുഞ്ഞുങ്ങള് സ്വാഭാവികമായി അവർ മൂല്യബോധത്തിൽ എന്ത് ചെയ്യും? കാരണം അവർക്ക് സമയമുണ്ട്, ക്ഷമയുമുണ്ട്. നമുക്ക് ഈ 2 ഇല്ല പ്രിയപ്പെട്ട കൂട്ടുകാരെ. അതുകൊണ്ട് നമ്മൾ മാതാപിതാക്കന്മാരെ കൂടെ നിർത്തണം കേട്ടോ. ഇനി മക്കൾ നന്നാവാൻ ശ്രദ്ധിക്കേണ്ടത് വേറൊരു കാര്യമാണ്. അത്യാവശ്യം ഒരു 3 കുഞ്ഞുങ്ങളെങ്കിലും വീട്ടിൽ വേണം. 4, 5, 6 ആയാൽ അടിപൊളി. ഇരട്ടകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. അടുത്തത് വരുമ്പോഴത്തേക്ക് ഇരട്ടയ്ക്ക് വേണ്ടി ചോദിക്കില്ലേ, ദൈവം തരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇരട്ടകളെ വളർത്താൻ വളരെ എളുപ്പമാണ്. എന്റെ അനുഭവത്തിൽ ഞാൻ പറയാം. മൂത്ത മോൾ ആഗ്നസ്, അവളെ എപ്പോഴും ഞങ്ങൾ ശ്രദ്ധിക്കണമായിരുന്നു. പക്ഷെ അടുത്ത് വന്നത് ഏബൽ, ആക്സൽ ഇരട്ടകളാ. നമുക്ക് നമ്മുടെ പണിയായിട്ട് അവരവിടെ ഇരുന്ന് കളിച്ചോളൂ. കാരണം ഗർഭപാത്രം മുതലേ അവരെന്തിലാണ്? ഭയങ്കര കമ്പനിയിലും ഫ്രണ്ട്ഷിപ്പിലും കളിയും ചിരിയാണ്. വയറിനകത്ത് കിടന്ന പിള്ളേർ ഭയങ്കര കളിയാണ് കേട്ടോ, ഇരട്ടകൾ കേട്ടോ. റെഡി? അത് കഴിഞ്ഞ് പുറത്ത് വന്നു ആ കളി തുടരും. അപ്പൊ നമുക്ക് എന്താണ്? ഞങ്ങളുടെ വീട്ടിൽ എപ്പം വന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും അവർ 2 പേരുടെ ഒരുമിച്ചിരുന്ന ഒന്ന് മൊബൈലിൽ നോക്കുവാണെങ്കിൽ ഒരുമിച്ചിരുന്ന്, കട്ടിലെ കിടക്കുവാണെങ്കിൽ ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് കിടക്കും. അടി കൂടുവാണെങ്കിൽ ചിലപ്പോൾ കട്ടിലെ കിടന്ന് അടി കൂടിക്കൊണ്ട് ചവിട്ടി വേണം. അപ്പൊ ഒരാളെ തപ്പിയാൽ മതി, മറ്റേ ആൾ എവിടെ ഉണ്ട്? അവിടെ തന്നെ ഉണ്ട്. റെഡി? ഞാന് ഈ നമ്മുടെ മക്കള് വന്നാൽ ഒരു ലയബിലിറ്റി അല്ല, അസറ്റ് ആണ്. ഓർത്തോണം, എല്ലാവരും അത് ഓർത്തോണം. മക്കൾ എന്തല്ല? ലയബിലിറ്റി അല്ല, മക്കൾ അസറ്റ് ആണ്. അറിയാൻ പറ്റത്തില്ല. അടുത്ത് വരുന്ന നമ്മുടെ കുഞ്ഞായിരിക്കും അടുത്ത കലാമോ മദർ തെരേസയോ മഹാത്മാഗാന്ധിയോ ഒക്കെ ആവേണ്ട കഥാപാത്രമാണ് വരേണ്ടത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക? പറ്റൂല എന്ന് പറഞ്ഞ ആദ്യത്തെ നിർത്തുക. നിപ്പയൊക്കെ ഉള്ള കാലമാണ്. ഒരെണ്ണേ ഉള്ളെന്നുണ്ടെങ്കിൽ ഒരു നിപ്പയോ ഡെങ്കു ഫീവറോ അല്ലെങ്കിൽ ഇപ്പം കൊറോണയൊക്കെ വന്ന് ഒരു കാറ്റടിച്ച് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് അപകടങ്ങൾ ഉണ്ടാകാം. 3-4 ഇരിക്കട്ടെ. മക്കൾ ദൈവത്തിന്റെ ദാനം, ഉദരഫലം ഒരു സമ്മാനം എന്ന് ബൈബിള്. മക്കൾ ദൈവത്തിന്റെ ദാനം, ഉദരഫലം ഒരു സമ്മാനം. രവീന്ദ്രനാഥ ടാഗോർ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞും പറയുന്നത് ദൈവത്തിന് മനുഷ്യരിലെ ഭൂമിയിലുള്ള പ്രതീക്ഷ നശിച്ചിട്ടില്ല.
അതിന്റെ അടയാളമാണ് ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞും. അപ്പൊ മക്കളെ സ്വീകരിക്കുക, മാതാപിതാക്കന്മാരെ കൂടെ നിർത്തുക. ഇനി അടുത്ത ചോദ്യം, ഹെറിഡിറ്റി ആണോ എൻവയൺമെന്റ് ആണോ പ്രധാനം? നമുക്ക് പ്രായോഗികമായിട്ട് ചിന്തിക്കുമ്പോൾ ഹെറിഡിറ്റി ആണോ എൻവയൺമെന്റ് ആണോ പ്രധാനം? എൻവയൺമെന്റ് ആണ് പ്രധാനം. കാരണം എന്താണ്? ഹെറിഡിറ്റി ആദ്യമേ കൊടുത്തു പോയല്ലോ. ഇനി എൻവയൺമെന്റിൽ വെച്ചെല്ലാം നമുക്ക് പിടിക്കാൻ പറ്റും. ഹെറിഡിറ്റി ഓൾറെഡി കുഞ്ഞിന് കിട്ടി. അതുകൊണ്ട് എൻവയൺമെന്റ് നല്ലതാക്കണം. ഫോർ എക്സാമ്പിൾ, നല്ല ചർച്ചകൾ നമ്മൾ കേൾക്കണം, നല്ല സ്റ്റോറീസ് നമ്മൾ കാണണം, നല്ല പുസ്തകങ്ങൾ വീട്ടിൽ വാങ്ങി വെക്കണം, ആ പുസ്തകങ്ങൾ നമ്മൾ മറിച്ചു നോക്കണം. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളും ഇതൊക്കെ കാണുമ്പോ എന്ത് ചെയ്യും? അതുപോലെ ചെയ്യും. എന്താണോ കാണുന്നത് അതുപോലെ പിള്ളേർ എന്ത് ചെയ്യും? അത്രയോ. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങൾ പിന്നെ നല്ല യാത്രകള്, വേളിയില് ശംഖുമുഖത്തൊക്കെ കൊണ്ടുപോകണം, പൂവർ ഹോമുകളിലൊക്കെ കൊണ്ടുപോകണം. അവർ ജീവിതം മനസ്സിലാക്കട്ടെ. വയ്യാത്ത കുഞ്ഞുങ്ങളെയൊക്കെ കാണിച്ചു കൊടുക്കണം. വയ്യാത്ത കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തുന്ന സെന്റർ ഉണ്ടല്ലോ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോകണം. എങ്കിലേ നമ്മുടെ കുഞ്ഞ് എന്താണ് ലൈഫ് എന്ന് മനസ്സിലാക്കൂ. അല്ലെങ്കിൽ അവൻ നോക്കുമ്പോ എന്താണ്? ഒറ്റ കുഞ്ഞ്, അച്ഛൻ, അമ്മ, അപ്പൂപ്പൻ, അമ്മൂമ്മ എല്ലാരും അവന്റെ പുറകിൽ. അവനൊരു രാജാവിനെ പോലെ, രാജകുമാരിയെ പോലെ ഇങ്ങനെ എന്ത് ചെയ്യുക? നടക്കും. ഒരു പെൻസിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പാക്കറ്റ് പെൻസിൽ, ഒരു നെയ്യപ്പൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പാക്കറ്റ് നെയ്യപ്പം. അപ്പൊ അവൻ എന്താണ്? ഒരു കടി കടിച്ചിട്ട് അവൻ എന്ത് ചെയ്യും? അവൻ ഇതിനൊന്നും വിലയില്ല. ഇപ്പൊ നോക്കിക്ക്, പണ്ടത്തെ കാലത്ത് എങ്ങനെയായിരുന്നു പാലൊക്കെ ഉണ്ടാക്കി വെച്ച്? മനു, സിനു, റോണി, ചാക്കോ പാലുണ്ടാക്കി വെച്ചിരിക്കുന്നു. പാല് ഓടി വന്ന് കുടിച്ചിട്ട് പോകും. കാരണം എന്താണ്? അല്ലെങ്കിൽ ആദ്യത്തെ വന്ന് എന്ത് ചെയ്യും? ബാക്കിയുള്ളവരും കൂടെ കുടിച്ചിട്ട് പോകും. കിട്ടൂല പണ്ടത്തെ കാലത്ത്. ഇപ്പോഴെങ്ങനെയാണ്? ഇപ്പൊ നമ്മള് പാലൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞ് മോനെ വാടാ പാല് കുടി, ഒരു അനക്കവും ഇല്ല കുഞ്ഞിന്. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ടോ? അവന് പാലൊന്നും എന്തില്ല, ഒരു വിഷയമല്ല. നമ്മൾ എന്ത് ചെയ്യണം? കാല് പിടിക്കണം അവൻ എന്ത് ചെയ്യാൻ. ഒരു സിപ്പ് കുടിക്കാം. എന്നിട്ട് അവൻ പറയും ചൂടില്ല, മധുരം കൂടുതൽ, മധുരം കുറവ്, ചൂട് കുറവ്, ചൂട് കൂടുതൽ, കട്ടി കൂടുതൽ, പാലിന് പാടാ, എന്തെല്ലാം പറയും. കാല് പിടിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കുന്നത്. അങ്ങനെ പിള്ളേരെ കാല് പിടിക്കരുത് കേട്ടോ. ഒരു സാധനമൊക്കെ എടുത്തു വെച്ചിരിക്കും പറഞ്ഞ ഉടനെ അവർ വന്ന് കുടിച്ചിട്ട് പോയില്ലെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അവരുടെ പെട്ടി വെച്ച് കുടിച്ചോ. പിന്നെ അന്ന് എന്ത് ചെയ്യരുത്? ഉച്ചയ്ക്ക് 1 മണിക്ക് ചോറ് കൊടുക്കുന്നതിന് വരെ 2-2:30 ആയിട്ട് ഉച്ചയ്ക്ക് ചോറ് വിളമ്പാവും. അതിനു മുമ്പ് നമ്മുടെ കപ്പലിന്റെയും ഫ്രൂട്ട്സും ഒക്കെ ഇരിക്കുന്ന പാത്രങ്ങളെല്ലാം അലമാരയിൽ വെച്ചങ്ങ് എന്ത് ചെയ്യണം? കൂട്ടണം. വിശപ്പൊക്കെ എന്താന്ന് പിള്ളേർ എന്ത് ചെയ്യണം? അറിയാത്തോണ്ടാണ് ഇത്ര ഈ അവജ്ഞ. റെഡി? ഞാൻ പ്രതികാര ബുദ്ധിയോടുകൂടെ കുഞ്ഞുങ്ങളോട് പെരുമാറണമെന്നല്ല പറയുന്നത്. നിങ്ങൾ അങ്ങനെ വിചാരിക്കല്ലേ. മക്കളാണ് നമ്മുടെ എല്ലാം. പക്ഷെ അവരെ ഡിസിപ്ലിനിങ് ചെയ്യണം. ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അവസാനം ജയറാം പറഞ്ഞ പോലുള്ളത് കേൾക്കേണ്ടി വരും. എന്നെ ഒരു കഷ്ടപ്പാടും ഇല്ലാതെ വളർത്തി, എനിക്കിപ്പോ ഒരു ഐഡിയയും എന്ത് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല, ഒരു കഥ എഴുതാൻ പറ്റുന്നില്ല, വല്ല കാര്യമുണ്ടോ? അപ്പൻ എന്നെ കുറച്ച് കഷ്ടപ്പാടൊക്കെ തന്ന് വളർത്തിയായിരുന്നെങ്കിൽ ഞാൻ ജീവിതം എന്ത് ചെയ്തേനെ? പഠിച്ചേനെ. എനിക്കിപ്പോ ഒന്നും എഴുതാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞൊരു സിനിമയിൽ ജയറാം തിലകനോട് വഴക്കിടുന്ന പോലെ നമ്മൾ അനുഭവങ്ങൾ കൊടുക്കും. ഇഫ് യു വാണ്ട് ടു ഡെവലപ്പ് യുവർ ചിൽഡ്രൻ, ഗിവ് ദം ഗുഡ് എക്സ്പീരിയൻസ്. നല്ല അനുഭവങ്ങളും നല്ല പുസ്തകങ്ങൾ കൊടുക്കണം. ഇനി സൈക്കോളജിക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം കേട്ടോ. കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കണം ഇഷ്ടം പോലെ. 2 ടാങ്കുകൾ നിറഞ്ഞിരിക്കണം എപ്പോഴും, സ്നേഹത്തിന്റെയും പ്രശംസയുടെയും. പേരന്റിങ്ങിന്റെ സൂപ്പർ മന്ത്രമാണിത്. ആ 2 ടാങ്കും ഫുള്ളായിരിക്കണം. ഒരു പിശുക്കും എന്ത് ചെയ്യരുത്? കാണിക്കരുത്. ഇഷ്ടം പോലെ ഉമ്മ, ഹഗ്, കെട്ടിപ്പിടിക്കുക, നമ്മുടെ മോളിൽ കെട്ടി കിടത്തുക, അവരുടെ കൂടെ ആന കളിക്കുക, ചുമ്മാ അവന്റെ ചെവിയിൽ ഒരു കടി കൊടുക്കുക. ഇങ്ങനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരുടെ അത് ഭയങ്കരമായിട്ട് ടച്ച് വരണം. നമ്മുടെ മണം അവരെന്ത് ചെയ്യണം? അറിയണം. നമ്മുടെ മണം നമ്മുടെ പിള്ളേരെന്ത് ചെയ്യണം? അറിയണം. ഭയങ്കരമായിട്ട്, പ്രത്യേകിച്ച് ആദ്യകാലങ്ങളിൽ. ഇനി പിള്ളേർ വളർന്ന് 8ാം ക്ലാസ് 9ാം ക്ലാസ്സൊക്കെ അവർക്ക് ഇത്തിരി ശരീരമൊക്കെ ആയാലും ഹഗ് ചെയ്യണം, കെട്ടിപ്പിടിക്കണം, തൊടണം. പക്ഷെ കൊച്ചു കുഞ്ഞുങ്ങളുടെ കൂട്ടില് നമുക്ക് ഇച്ചിരി ഒരു വിവേകമാവാം, ഓവറാക്കണ്ട. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞെന്ന് കഴിഞ്ഞാൽ ടച്ച് എപ്പോഴും തുടരണം. അപ്പൊ സ്നേഹത്തിന്റെ ടാങ്ക് ഒരിക്കലും എന്താവരുത്? ഒഴിഞ്ഞു. 2 പ്രശംസ. ചെറിയ ഒരു നല്ല കാര്യം ചെയ്താലും ഒരു ഹഗ് കൊടുക്കണം. കൊള്ളാം, എടുക്കാൻ നന്നായിട്ട് ചെയ്തു. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ 2 ടാങ്കുകൾ ഒരിക്കലും കുറഞ്ഞു പോകരുത്.
എന്തിന് കൊള്ളാമെന്ന ചോദ്യം വേണ്ട, എന്തിനും കൊള്ളാമെന്ന് ചൊല്ലിടണം. താരതമ്യം വേണ്ട, ഭയപ്പെടുത്തേണ്ട, കൊള്ളാം 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 എന്നു മാത്രം ചൊല്ലിടണം. നീ മിടുക്കനാ, നീ നന്നാവും, നീ സൂപ്പറാവും, അടിപൊളിയാ എന്നെന്ത് ചെയ്യണം? കുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിച്ച് പറയണം. ഞാൻ എന്റെ മക്കളെ കെട്ടിപ്പിടിച്ച് പറയുന്നത് എന്താണെന്നറിയാം? മക്കളെ, നിങ്ങൾ എന്റെ കുഞ്ഞുങ്ങളല്ല, നിങ്ങൾ ദൈവത്തിന്റെ കുഞ്ഞുങ്ങളാ. നിങ്ങളുടെ ഉള്ളിൽ ആരിരിപ്പുണ്ട്? ദൈവം ഇരിപ്പുണ്ട്. നിങ്ങൾ നന്നാവും, നിങ്ങൾ കിടിലങ്ങളാവും, നിങ്ങൾ സൂപ്പറാവും, ഒരു ഡൗട്ടും ഇല്ല. എന്നാൽ ഞാൻ എപ്പോഴും അവരത് പറയാൻ ശ്രമിക്കുന്നത്, എല്ലാ മാതാപിതാക്കന്മാരും ഇത് പറയണം, കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് പറയണം, നീ ദൈവത്തിന്റെ കുഞ്ഞാ, ദൈവം തന്ന സമ്മാനമാണ്, നീ നന്നാവും. കാരണം നീ ഒറ്റയ്ക്ക് അല്ല, ദൈവം നിന്റെ കൂടെ ഉണ്ട്. എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം. ഇതല്ലേ നമ്മുടെ ഫിലോസഫി, ഇന്ത്യൻ ഫിലോസഫി പറയുന്നത്, അഹം ബ്രഹ്മാസ്മി, എന്റെ ഉള്ളിൽ തന്നെ ആരും ഇരിപ്പുണ്ട്, ദൈവം ഇരിപ്പുണ്ട്. ഇനി ബൈബിള് പറയുവാണ് എന്താണ്? ദൈവം നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നു, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നു എന്നാണ് ബൈബിള് പറയുന്നത്. എല്ലാ മതങ്ങളും എല്ലാ ചിന്തകളും നമ്മുടെ അടുത്ത് പറയുന്നത് എന്താണ്? നമ്മുടെ ഉള്ളിൽ ഈശ്വരാംശം ഉണ്ട്. അപ്പൊ നമ്മുടെ കുഞ്ഞിനോട് പറയുക, നിന്റെ ഉള്ളിൽ ആരുണ്ട്, നിന്റെ കൂടെ ആരുണ്ട്, നിന്റെ ഉള്ളിൽ ആരുണ്ട്, ദൈവമുണ്ട്, നീ പേടിക്കണ്ട, നീ നന്നാവും, നീ നന്നാവും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം എപ്പോഴും. അപ്പൊ പ്രശംസ കൊടുത്തുകൊണ്ടിരിക്കണം, ഹഗ് കൊടുത്തുകൊണ്ടിരിക്കണം. ഇതാണ് രണ്ട് കാര്യം. ക്വാളിറ്റി ടൈം കൊടുക്കണം. ക്വാളിറ്റി ടൈം എന്താണ്? ക്വാളിറ്റി ടൈം അവരുടെ കൂടെ കളിക്കുക, ചിരിക്കുക, പെയിന്റ് അടിക്കുക, അവരുടെ കൂടെ നടക്കാൻ പോവുക. അതല്ലാതെ നമ്മളിങ്ങനെ കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് കൊച്ചു ചോദിക്കുക, പപ്പ എന്താ പപ്പ ആപ്പിളിന്റെ സ്പെല്ലിംഗ് APPLE, ആപ്പിൾ. നമ്മൾ അങ്ങോട്ട് നോക്കുന്ന പോലുമില്ല. ഇത് ക്വാളിറ്റി ടൈം അല്ല. എല്ലാ സാധനങ്ങളും മാറ്റി വെച്ച് അവരുടെ കൂടെ ഇരിക്കാനും കളിക്കാനും കുറച്ച് സമയം എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. നമ്മൾ കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സംഭവമാണ് സെക്യൂരിറ്റി. സെക്യൂരിറ്റി. പണ്ടത്തെ കാലത്ത് ആരെങ്കിലും 5 വയസ്സുകാരെ പീഡിപ്പിക്കുമായിരുന്നോ? അറിയത്തില്ല, നമുക്കറിയില്ല, നമ്മളങ്ങുള്ള കഥകൾ കേട്ടിട്ടില്ല. പക്ഷെ ഇന്ന് എന്ത് ചെയ്യുന്നുണ്ട്? കേൾക്കുന്നുണ്ട്. ഒരു കാര്യം ഓർത്തിരിക്കണം, പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾ ഉപദ്രവിക്കപ്പെടുന്നത് അപരിചിതരിൽ നിന്ന് അല്ല, പരിചിതരായ ആളുകളിൽ നിന്ന് ആണ്. അപ്പൊ എപ്പോഴും നമ്മുടെ കൺവെട്ടത്ത് പിള്ളേരുണ്ടാവണം. പണ്ടത്തെ കൂട്ടത്ത് ഒരാഴ്ച അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് കൊണ്ടാക്കരുത്. കാരണം നമ്മൾ ചെന്നപ്പോ എന്താണ്, നമ്മുടെ അനിയനും അനിയത്തി അവിടുത്തെ കട്ടിലെ കിടക്കുന്ന കുഞ്ഞുമാവേ മാത്രമേ ഉള്ളൂ. അപ്പൊ 2-3 ദിവസം അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ഇനി തിരിച്ചു പോന്നു. ഇച്ചിരി കഴിഞ്ഞപ്പോ എന്താണ്, ഇച്ചിരി കഴിഞ്ഞപ്പോ ഈ അവരുടെ ഒരു റിലേറ്റീവ് വേറൊരു ടീം വന്നു, അവിടെ കൂടുതൽ ആളുകളുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോ അവിടെ പണി ചെയ്യാനായിട്ട് വേറൊരാള് പുറത്തു വന്നു, അടുക്കളയിൽ ജോലി ചെയ്യാനായിട്ട് വേറൊരാള് വന്നു, തറ മൊസൈക്ക് തേച്ച് മിനുക്കാനായിട്ട് വേറൊരാള് വന്നു. നമുക്കറിയത്തില്ല പിന്നീട് എന്തൊക്കെയാ സംഭവിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ കൺവെട്ടത്തുണ്ടാകണം കുഞ്ഞുങ്ങളെ അങ്ങനെ വിട്ട് കളയരുത്. ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. പഴയ കാലമല്ലാത്തത് കൊണ്ട് ഒരു എക്സ്ട്രാ ജാഗ്രത കുഞ്ഞുങ്ങളുടെ ജീവിതയാത്രയിൽ ഒരു കരുതല്, ശ്രദ്ധ നമുക്ക് എപ്പോഴും കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരു മാസ്റ്റർ പീസാക്കി മാറ്റാൻ ജാഗ്രതയുള്ള ഒരു അപ്പനും അമ്മയും ഇടതും വലതും ഉണ്ടാകണം. പിന്നെ അതിന്റെ നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ അപ്പൂപ്പനും അമ്മൂമ്മയും ഉണ്ടെങ്കിൽ അടിപൊളി. നമ്മുടെ കുഞ്ഞ് വളരെ സന്തുലിതമായ ഒരു വ്യക്തിത്വമായി മാറുക തന്നെ ചെയ്യും. സത്യയോടെ, ജാഗ്രതയോടുകൂടെ, പ്രാർത്ഥനയോടുകൂടെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ മഹാപ്രതിഭാശാലിയെ പുറത്തെടുക്കാം. നിങ്ങൾ ഒരു ബാങ്ക് മാനേജർ ആയിരിക്കുന്നതിനെക്കാട്ടിലും ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരിക്കുന്നതിനെക്കാട്ടിലും എല്ലാം വലിയ കാര്യമാണ് നമ്മുടെ കുഞ്ഞിനെ ഒരു മാസ്റ്റർ പീസ് ആക്കി മാറ്റുന്നത്. ഒരു മദർ തെരേസ, ഒരു കലാം, ഒരു മഹാത്മാഗാന്ധി നമ്മുടെ വീട്ടിലുണ്ടാകട്ടെ. അതിനുവേണ്ടി ജാഗ്രതയോടുകൂടെ പരിശ്രമിക്കാം, പ്രവർത്തിക്കാം എന്ന് മാത്രം നിങ്ങളെ എല്ലാവരും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ കൺക്ലൂഡ് ചെയ്യുവാണ്. എല്ലാ നന്മകളും ഉണ്ടാകട്ടെ, എല്ലാ ഐശ്വര്യവും നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും ഉണ്ടാകട്ടെ എന്നുള്ള ആശംസയോടുകൂടെ ഈ പ്രവേശനോത്സവ ദിവസം നിങ്ങളെല്ലാവരും വന്ന് ഈ പ്രോഗ്രാം എല്ലാം അനുഗ്രഹമാക്കിയതിന് സ്നേഹപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട്, എനിക്കിങ്ങനെ ഒരവസരം തന്നതിന് ഈ മനോഹരമായ ഈ സ്കൂളിന് സ്നേഹപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ കൺക്ലൂഡ് ചെയ്യുവാണ്. താങ്ക് യു വെരി മച്ച്.